5 കൊല്ലായി. 5 കൊല്ലം. അപ്പോൾ ആഴ്ചയിൽ 3 ഡയറ്റ് അപ്പോൾ കുട്ടികൾ എത്രയാണ്? ഒരു പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കുറേ കാലം വിദേശത്തായിരുന്നു. 32 വർഷം. അല്ലല്ല സൗദി. നമ്മൾ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വലിയ കഴിവുള്ള ആൾക്കാരൊന്നുമല്ല. അതാണ് കിട്ടുന്നത്. നമ്മൾ നാട്ടിൽ ജോലി എടുക്കുന്നവരെല്ലാം കിട്ടുന്നത് പങ്ങാവരെ കെട്ടിക്കലും ചെലവും ജീവിതവും ഒക്കെ ആയിട്ടാണ്. നാട്ടിൽ അടിച്ചല്ലേ 2000 ആയിട്ടാണ്. പിന്നെ അപ്പോഴും വിസ അടിച്ചിട്ടാണ് വന്നത്. അപ്പോഴും ഞാൻ 1 ലക്ഷം രൂപ ചിലവാക്കി വിസ അടിച്ചിട്ടാണ് വന്നത്. കാരണം പാലിണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോയിട്ട് ബാധ്യത തീർക്കാൻ അവിടെ ഞാൻ ഹോട്ടലിലും കഫറ്റേരിയയിലൊക്കെ വന്നിട്ടുള്ള ജോലികളായിരുന്നു. ജീവിതത്തിലെ പകുതി ഭാഗം സംശയമൊക്കെ ഞങ്ങളൊക്കെ പ്രാർത്ഥനയുണ്ട്, സഹായിക്കാനും വേണ്ടിയിട്ട് ആളുകളും അല്ലേ? വിഷമിക്കേണ്ട, മനസ്സിലെ വിഷമം വേണ്ട, ധൈര്യമായിട്ടിരിക്കും. ചികിത്സിക്കാനല്ലേ പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട. ഈ അവസ്ഥ കണ്ടിട്ട് ആളുകളെ കൈവിടുന്നില്ല. ഞങ്ങളൊക്കെ ദൂരണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടിയിൽ കോയാലിൻ്റെ റസാഖ് എന്ന സഹോദരൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി 5 വർഷക്കാലമായിട്ട് ഡയാലിസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റിങ്ങിന് വേണ്ടി ഇന്ന് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 32 വർഷക്കാലം വിദേശത്ത് പ്രവാസിയായി ഹോട്ടൽ തൊഴിലാളിയായിട്ടൊക്കെ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ഇന്ന് രോഗത്തിന് അടിമപ്പെട്ടാണ് തിരിച്ച് നാട്ടിലെത്തി. ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചു പോയി. ചികിത്സിക്കാനൊരു വഴിയില്ലാതെ നാട്ടുകാരുടെ ഒക്കെ സഹായം കൊണ്ട് ഇന്നൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത് തന്നെ. അത്യാവശ്യമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സർജറി നടക്കുകയാണ്. വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത്. എന്നോടൊപ്പം കമ്മിറ്റികളും ഭാരവാഹികളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അംസദ കാപ്പി വിളിയങ്കോട് ഉസ്താവൊക്കെ ഉണ്ട്. വേറെ ഒരു വഴിയുമില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പരമാവധി സഹായം കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ മാത്രം നിൽക്കുന്നതല്ല, ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. അതിന് ഒരു ഭാരിച്ച തുക തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഉസ്താദ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. സലീം സാഹിബ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ്. ഈ പരിശുദ്ധ റമദാനിൽ എല്ലാവരും അത് മുഖവിലക്കെടുത്ത് കഴിയുന്ന സഹായ സഹകരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു താങ്ങായി നമ്മൾ കഴിയുന്ന സഹായ സഹകരണം എല്ലാവരും ചെയ്യണം. അല്ലാഹു നമ്മയും പ്രവാസികളെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും ഈ സഹോദരനെ ഏറ്റെടുക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് കിഡ്നി നൽകുന്നത്. ഒരു വഴിയില്ലാത്ത ഒരു അവസാന ഘട്ടത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ നൽകുന്നത്. അവരുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സർജറി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും കൈവിടരുത്. എല്ലാവരും പരമാവധി ഈ സഹോദരനെ ചേർത്ത് പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.